ഇപ്പോൾ ഒരാൾ ഒരു പരിഹാരവുമായി രംഗത്ത് വന്നത്. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങളുടെ വാദം പുതിയതല്ല, നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ പരിഹാരം ഇതാ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സർവ്വ ജിന്നുവാദികളെയും ഏറ്റെടുക്കാൻ ഒരു നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ജിന്നിനെ വിളിച്ചാൽ ശിർക്കാകൂല, മനുഷ്യനെ വിളിച്ചാലേ ശിർക്കാവൂ. എന്താണ് കൂട്ടരെ നിങ്ങൾക്ക് പറ്റിയത്? ജിന്ന് അല്ലാഹുവിന്റെ മഖ്ലൂഖ് അല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? എത്രയോ സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം. എവിടെ പറയണം? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ വല്ല മരുഭൂമിയിലും എത്തി, അല്ലെങ്കിൽ അറിയപ്പെടാത്ത സ്ഥലത്തെത്തി, നിങ്ങൾക്ക് വഴി പിഴച്ചു പോയി, ആരെയും കാണുന്നില്ല, വലിയ മരുഭൂമിയിലാണ് നിങ്ങളുള്ളത്, ഒറ്റക്കുട്ടിയെയും കാണുന്നില്ല. എന്നാൽ അവിടെ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊള്ളുക. എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിന്റെ അടിമകൾ അവിടെ എത്തും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേക്കുന്നു. അവിടെ ജിന്ന് എന്നോ ഇൻസ് എന്നോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. ജിന്നിനെയും വിളിക്കാം, ഇൻസിനെയും വിളിക്കാം, അല്ലാഹുവിന്റെ അടിമകളെ വിളിക്കാം എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അപ്പോൾ ആ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് അവരിപ്പോൾ ജിന്നിനെ വിളിച്ചാൽ വിരോധമല്ല, മനുഷ്യനെ വിളിച്ചാൽ മുശ്രിക്കായി. ജിന്നിനെ വിളിച്ചാൽ ശിർക്കല്ല, മനുഷ്യനെ വിളിച്ചാൽ മുശ്രിക്കായി. കാന്തപുരം പരിഹാരം പറയുന്നു, ജിന്നെ വിളിച്ചാലും ശിർക്കല്ലടോ, മനുഷ്യനെ വിളിച്ചാലും ശിർക്കല്ല. കാരണം യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഈ മുസ്ലിയാർ പ്രസംഗിച്ചതിനപ്പുറം എന്താണ് ഈ വിഷയത്തിൽ ഇവർക്ക് പറയാനുള്ളത്? ഇത് പറയാൻ ഒരു പുതിയ സംഘടന വേണോ? ഇത് പറയാൻ പുതിയൊരു ആൾക്കൂട്ടം വേണോ? ഇത് പറയാൻ വേറെ ആരെങ്കിലും വേണ്ടോ? ഇവിടെ ഉണ്ടല്ലോ ഒരു സംഘടന. അപ്പോൾ ഈ പാലമരം നിങ്ങൾ കത്താണി തന്നെയാണ് എന്നാണ് ജിന്നുവാദികളോട് നമുക്ക് പറയാനുള്ളത്.